ക്ഷണികമായ സന്തോഷങ്ങളിൽ മതിമറന്ന് ജീവിക്കാതെ സ്വർഗോന്മുഖരായി ജീവിക്കാനുള്ള ക്ഷണമാണ് ബിലാസ് ജോസഫിന്റെ അതുക്കും മേലെ. ലോക്ക്ഡൌൺ കാലത്ത് യുവജനങ്ങളിൽ ഏറെ പേരും തങ്ങളുടെ മൊബൈൽ ഫോണിൽ കൂടുതലായി തിരഞ്ഞത് രണ്ട് കാര്യങ്ങളായിരിക്കും: വെറുതെ ഇരുന്ന് എങ്ങനെ പണമുണ്ടാക്കാമെന്നും സമയം കളയാനുള്ള ഗെയിം ഏതാണെന്നും. ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയോ അല്ല എങ്കിൽ കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനായി സമയം മിച്ചമുള്ള അവസ്ഥയോ കൊണ്ടാവാം. ഇത് രണ്ടും ഓരോ വ്യക്തിയുടെയും ചിന്താഗതി അനുസരിച്ച് മാറുമെന്ന് നമുക്കറിയാം. ഗെയിമിന്റെ കാര്യം തന്നെ എടുക്കാം. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി നല്ല ഗ്രാഫിക്സും ശബ്ദവും ആകാംക്ഷയും ഉണർത്തുന്ന ഒരു ഗെയിമിൽ ഏർപ്പെട്ടിരിക്കുന്ന അവന്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. അല്പനേരം കളിയിൽ നോക്കിയിരുന്ന എന്നോട് ഒരു കൈ നോക്കുന്നു എന്നായി അവൻ. എന്നാൽ ആവട്ടെ എന്ന് ഞാനും കരുതി. ഓട്ടമാണ്, നിർത്താതെയുള്ള ഓട്ടം. ഓട്ടത്തിനിടയ്ക്ക് കാണുന്ന സ്വർണ്ണ നാണയങ്ങളും കൂടാതെ മറ്റു പലതും കൈവശമാക്കണം. ഇതിനിടയിൽ ജീവൻ നഷ്ടമായേക്കാവുന്ന അനേകം ചതിക്കുഴികളും കെണികളും പതിയിരിപ്പുണ്ട്. അതിനെയെല്ലാം തരണം ചെയ്തു വേണം നമ്മുടെ കഥാപാത്രത്തെ ഓടിക്കുവാൻ. ആ കഥാപാത്രത്തിന് നമുക്ക് പേരിടാം, രൂപം മാറ്റി ഇഷ്ടമുള്ള രീതിയിൽ ആക്കിയെടുക്കാം. ഒത്തിരിയേറെ പ്രത്യേകതകൾ. എന്തായാലും ഞാൻ ഉള്ളത് വെച്ച് ഓടാൻ തുടങ്ങി. ഗെയിമിന്റെ ബാലപാഠങ്ങൾ അവനിൽ നിന്നും മനസ്സിലാക്കി കളി തുടങ്ങി. ഇടയ്ക്കിടെ കാണുന്ന നാണയങ്ങളെല്ലാം എടുത്ത് വളരെ പതുക്കെയാണ് ഓടിയത്. അപകടങ്ങൾ വരുന്നത് അവൻ മുൻകൂട്ടി പറയുന്നുണ്ടായിരുന്നതിനാൽ അതിൽ നിന്നെല്ലാം ഒഴിവാകുവാൻ സാധിച്ചു. എന്നിരുന്നാലും ഓടി ഓടി കുറെ കഴിഞ്ഞപ്പോൾ സമയം കഴിഞ്ഞെന്നു പറഞ്ഞ് എൻ്റെ കഥാപാത്രത്തിൻ്റെ കളി അവസാനിച്ചു. വിശദ വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത്, ഇതിൽ സമയത്തിനും പ്രാധാന്യമുണ്ട്. കൃത്യസമയത്ത് ഓടിത്തീർക്കണം. കണ്ണിൽ കാണുന്നതെല്ലാം എടുക്കാതെ ആവശ്യമുള്ളതും അടുത്ത ലെവലിലേക്കുള്ളതും മാത്രം എടുത്ത് ഓടണമെന്നും ഈ ലെവലിൽ ഉള്ളതിനേക്കാൾ ആകർഷകവും അതിശയിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ് അടുത്ത ലെവലിൽ ഉള്ളതെന്നും അവൻ പറഞ്ഞു. ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ് അവനത് കാണിച്ചു തരികയും ചെയ്തു. വളരെ കുറച്ച് സ്വർണവും ചില ആയുധങ്ങളും ലൈഫും എനർജി, ഹെൽത്ത് എന്നിവയും മാത്രമെടുത്ത് അടുത്ത ലെവലിലേക്കുള്ള വാതിലിനടുത്ത് സമയത്തോടിയെത്താൻ അവന് കഴിഞ്ഞു. അടുത്ത ലെവലിൽ ആദ്യത്തേതിനേക്കാൾ കൂടുതലായി നിധികളും സ്വർണവും കരുതി വെച്ചിരുന്നു. ഇത് കണ്ട് ഞാൻ ചോദിച്ചു, ഇനിയും അടുത്ത ലെവലുണ്ടോ? ഉണ്ടെന്ന് ചെറുപുഞ്ചിരിയോടെയുള്ള മറുപടി. ആ ലെവലിൽ ഇതുപോലെ കൂടുതൽ നിധികളുണ്ടോ എന്ന ചോദ്യത്തിന് അതുക്കും മേലെ എന്നായിരുന്നു അവന്റെ മറുപടി. ശ്രദ്ധിക്കുക, നോ റീപ്ലേ. ആ കുട്ടിയുടെ ഗെയിമിലെ അറിവിനെക്കുറിച്ചും പ്രാഗൽഭ്യത്തെക്കുറിച്ചും മനസ്സിലാക്കാനായി എന്നതിനേക്കാൾ എൻ്റെ ചിന്തകൾ മറ്റൊരു വഴിക്കാണ് പോയത്. നമ്മുടെ ജീവിതവും ഇതുപോലെയല്ലേ? നമ്മുടെ മാതാപിതാക്കൾ, സഹോദരർ, സുഹൃത്തുക്കൾ, നാട്ടുകാർ തുടങ്ങി സമൂഹത്തിലെ പലരുമായും മത്സരിച്ച് ജീവിതത്തിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് ഓടുന്നവർ ഈ ഓട്ടത്തിനിടയ്ക്ക് സ്വർണവും നിധിയും ആരോഗ്യവുമെല്ലാം കരുതി വയ്ക്കണം. അപകടങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യണം. അവസാനം അടുത്ത ലെവലിലേക്ക് നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഓടിയെത്തണം. കമ്പ്യൂട്ടർ ഗെയിമും ജീവിതവും തമ്മിലുള്ള വ്യത്യാസം: കമ്പ്യൂട്ടറിൽ ഒന്നിലേറെ ലൈഫും വീണ്ടും കളിക്കാൻ അവസരവും ലഭിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു ലൈഫ് മാത്രമേയുള്ളൂവെന്നും റീപ്ലേ അവസരമില്ല എന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വേണ്ടി ചാവേറാകാൻ വിധിക്കപ്പെട്ടാണ് ഗെയിമിലെ നമ്മുടെ കഥാപാത്രം നിൽക്കുന്നത്. നമ്മുടെ പിഴവുകൾക്ക് സ്വയം എരിഞ്ഞു തീരേണ്ടി വരുന്ന അവസ്ഥ. നമ്മളിൽ പലരും ഒരുപക്ഷെ ജീവിതത്തിൽ ചാവേറായി നടക്കുന്നവരായിരിക്കാം. പണത്തിനു വേണ്ടി, സ്ഥാപനത്തിനു വേണ്ടി, ജോലിസ്ഥലത്തോ കലാലയങ്ങളിൽ വെച്ചോ പരിചയപ്പെട്ട ഒരു വ്യക്തിക്കു വേണ്ടി, അവരുടെ കൂടെ ജീവിക്കാനുള്ള വാശിക്കായി, സുഹൃത്തുക്കൾക്കു വേണ്ടി, മക്കൾക്കു വേണ്ടി, പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനു വേണ്ടി. അങ്ങനെ നീളുന്നു ചാവേറാകുന്നവരുടെ പട്ടിക. നാം ഇതിൽ ഏത് ഗണത്തിൽ പെടുന്നുവെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പുറമേ കാണുന്ന പച്ചപ്പുകൾ. ഈ അവസരത്തിൽ മറ്റൊരു ചാവേറിനെ ഓർമ്മ വരുന്നു. തൻ്റെ മകനെക്കുറിച്ച് ഒരു ജ്ഞാനിയായ വ്യക്തി, ഇവൻ വിവാദ വിഷയമായിരിക്കും, പലരുടെയും വീഴ്ചയ്ക്ക് കാരണമാകും, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും എന്ന് പറഞ്ഞപ്പോഴെല്ലാം ഇതാ കർത്താവിൻ്റെ ദാസി എന്നു പറഞ്ഞ് ഒരു ചാവേറിനെ പോലെ വിധവയും അനാഥയുമാകാനും മറ്റുള്ളവരാൽ പരിഹാസ കഥാപാത്രമാകാനും സ്വന്തം മകൻ അക്കാലത്തെ ഏറ്റവും നിന്ദ്യമായ രീതിയിൽ കൊല്ലപ്പെടുന്നത് കാണാനുമുള്ള സമ്മതപത്രം നൽകിയ ഒരു കന്യകയായ ചാവേർ. അതെ, പരിശുദ്ധ കന്യകാമറിയം തന്നെ. നാം ഓരോരുത്തർക്കുമായി
തൻ്റെ ജീവിതം മാറ്റിവെച്ച അമ്മ നമ്മോട് ഒരുപക്ഷെ ഒരു ചോദ്യം ചോദിച്ചേക്കാം. നീയൊക്കെ ചാകാൻ നടന്നിട്ട് ഇപ്പോൾ എന്തായി? ആ അമ്മ നമുക്ക് കാണിച്ചു തന്ന ജീവിതത്തിൻ്റെ മാർഗത്തിൽ നിന്ന് ഒരു അംശമെങ്കിലും നിറവേറ്റുവാൻ നമ്മുടെ ജീവിതത്തിനായോ? ലോകസുഖങ്ങൾക്ക് പിന്നാലെ പോകാതെ തൻ്റെ അടുത്ത ലെവലിനായി പ്രവർത്തിച്ച ആ ചാവേറിനെ മനസ്സിരുത്തി ഒന്ന് ധ്യാനിക്കാം. ഗെയിമിലേക്ക് തിരിച്ചു വരാം. ആ ചാവേർ ഓടിയപ്പോൾ ചുറ്റുമുള്ളതൊന്നും കാണാതെ ഓടിയാൽ ഒരുപക്ഷെ സമയത്ത് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമായിരുന്നു. ഒരിക്കൽ നഗരത്തിലേക്ക് പോയ ഈശോയ്ക്ക് വിശന്നപ്പോൾ വഴിയരികിൽ ഒരു അത്തിമരം കാണുകയുണ്ടായി. അതിലിലകളല്ലാതെ ഒന്നും കണ്ടില്ല. ഈശോ അത്തിവൃക്ഷത്തെ ശപിക്കുകയും അത് സമൂലം ഉണങ്ങിപ്പോകുകയും ചെയ്തു. സത്യത്തിൽ അത്തിമരം വളരെ നന്നായി വളർന്ന് ഇലകളാൽ നിറഞ്ഞതായിരുന്നു. അത്തിപ്പഴം ഉണ്ടാകുന്ന കാലമല്ലായിരുന്നുവെന്നും നമുക്കറിയാം. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ പച്ചപ്പ് കാണാമെങ്കിലും ഫലമില്ല എന്ന് അടുത്തു വരുമ്പോഴാണ് അറിയുക. അതുക്കും മേലെ പൊള്ളയായ ജീവിതത്തിനുടമകളാണോ നമ്മൾ? ആത്മാവിനാൽ പൂരിതയായിരുന്ന പരിശുദ്ധ കന്യാമറിയത്തോട് ചേർന്ന് നോക്കുമ്പോൾ ആന്തരിക ശൂന്യതയാണ് നമ്മിലുള്ള പ്രശ്നം. വില കൂടിയ വസ്ത്രങ്ങളും മേക്കപ്പും ഇട്ട് മറ്റുള്ളവരുടെ മുൻപിൽ ഭക്തിയും ദൈവഭയവും നടിച്ച് ജീവിക്കുന്നവരാണോ? അതോ യഥാർത്ഥത്തിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകുന്നവരാണോ? പണത്തിനും സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി സമയത്തെക്കുറിച്ചോ നിത്യജീവനെക്കുറിച്ചോ ചിന്തിക്കാത്തവരാണോ നമ്മൾ? ആ ചേട്ടനെ കണ്ടുപഠിക്കെ, ആ ചേച്ചിയെ കണ്ടുപഠിക്കെ എന്ന് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ തക്കവിധം ആത്മീയ നിറവുള്ളവരാകാൻ നാം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ ലെവലിൽ കിട്ടിയ ആയുധങ്ങൾ, നിധികൾ, സ്വർണം, നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് അടിസ്ഥാനമായിട്ടാണ് രണ്ടാമത്തെ ലെവലിൽ കഥാപാത്രം മുന്നോട്ടു പോകുന്നത്. നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെ. ഈ ലോകത്തിൽ നാം നേടിയ നിക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരലോകത്തിലുള്ള ജീവിതം. ഈ ലോകത്തിൽ കൂടുതൽ ലഭിച്ചിരിക്കുന്നവർക്ക് അതിനനുസരിച്ച് പരലോകത്തിലും ലഭിക്കും. സമ്പത്തിന്റെ കാര്യമല്ല, ആത്മീയ മേഖലയിലെ വളർച്ചയാണ് ഇവിടെ പറയുന്നത്. ഈ ലോക ജീവിതത്തിൽ എൻ്റെ പൊന്നു തമ്പുരാൻ എനിക്ക് ദാനമായി നൽകിയ അളവില്ലാത്ത കൃപകളെക്കുറിച്ച് എനിക്ക് ബോധമുണ്ടാവുക പ്രധാനമാണ്. അന്ത്യദിനത്തിലെ കണക്കെടുപ്പിന്, അടുത്ത ലെവലിലേക്കുള്ള പ്രവേശനത്തിന് നമുക്ക് തമ്പുരാൻ നൽകിയ 10, 5, 1 നാണയങ്ങളുടെ കണക്ക് നാം ബോധിപ്പിക്കേണ്ടതായി വരും. നിനക്ക് തന്ന നാണയങ്ങളെ സ്നേഹിച്ചും സൂക്ഷിച്ചും അധ്വാനിച്ചും നീ വളർത്തിയോ എന്ന ചോദ്യത്തിന് എന്തായിരിക്കും നമ്മുടെ മറുപടി? കരുതലുള്ളവരായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. സമയവും സമ്പത്തും അറിവും കഴിവും ആരോഗ്യവുമെല്ലാം നമ്മുടെ അടുത്ത ലെവലായ സ്വർലോക ജീവിതത്തിനായി കരുതി വയ്ക്കാം. നമുക്ക് അധികമായി ലഭിച്ചതെല്ലാം അതിലും അധികമായി തിരികെ നൽകാനായി അധ്വാനിക്കാം. നിന്റെ ചിന്തകൾ എവിടെയെന്ന് ചോദിക്കുന്നവരോട് ആകാശത്തേക്ക് വിരൽ ചൂണ്ടി അതുക്കും മേലെ എന്ന് പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും. അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. ലൂക്ക 12:48.